Hey everyone, I'm Hridya. ഞാൻ റീസെൻ്റായിട്ട് MOH എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു, പാസ്സായി. ആൻഡ് ഐ എം വെരി താങ്ക്ഫുൾ ടു ഡോക്ടർ ആൻറ്റോ ജോൺ സർ. സാറിൻ്റെ നോട്ട്സൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു എനിക്ക് എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. അതിലെനിക്ക് 50% റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിരുന്നത്. ബാക്കി ടെക്സ്റ്റിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാർമസി പ്രാക്ടീസൊക്കെ ജനറൽ തിങ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സ്ട്രക്ചേഴ്സ് 2-3 വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. കാൽക്കുലേഷൻസ് ഒരു 5 to 10 വന്നിട്ടുണ്ടായിരുന്നു. അത് ജനറൽ ഇക്വേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, എളുപ്പമായിരുന്നു. പിന്നെ ഞാൻ സ്റ്റഡി ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് സാറിൻ്റെ ക്ലാസ്സസൊക്കെ റെക്കോർഡ് ക്ലാസ്സസ് ആയിരുന്നു ഞാൻ കേട്ടത്. അത് കഴിഞ്ഞ് അതിൻ്റെ മോക്ക് ടെസ്റ്റ് സൈമിൾട്ടേനിയസ് ചെയ്തു വന്നിരുന്നു. പിന്നെ അതിനുശേഷം സാറ് കുറേ ക്വസ്റ്റ്യൻസ് ഫയൽ അയച്ചു, അത് നോക്കി കുറേ പഠിച്ചു. അതിൽ അറിയാത്തതൊക്കെ ബുക്സിൽ എഴുതി വായിച്ചു, അങ്ങനെ പഠിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ അതൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ ആദ്യത്തെ മാം എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നഫത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന്. 150 ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മാനേജ് ചെയ്യാൻ. അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് ഒരു എക്സാം എഴുതാനെല്ലാവരോടും ഞാൻ പറയുന്നു. സോ ഓൾ ദി ബെസ്റ്റ് ടു എവരി വൺ.